അപ്പം സീസൺ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നില്ല, അല്ല കേരള സ്ട്രൈക്കേഴ്സ് ജയിക്കുന്നില്ല, അതൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെയാ സോഷ്യൽ മീഡിയയുടെ ഒരു ബുള്ളിങ് ഉണ്ടായിരുന്നു ഈ ആക്ടർ ലാലേട്ടനെതിരെയും അല്ലെങ്കിൽ അത് കളിച്ചവരെയും. അപ്പം ഇപ്പോൾ പുതിയ ഒരു രീതിയിലാണ് ഇപ്പം എനിക്കൊന്ന് പഴയ പ്ലേയേഴ്സിനെക്കാട്ടിൽ ഇപ്പം കുറച്ച് കൂടുതൽ പുതിയ പ്ലേയേഴ്സിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് മോട്ടീവായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പഴയൊരു കേരള സ്ട്രൈക്കേഴ്സിനെ തന്നെയാണോ, അല്ലെങ്കിൽ പുതിയൊരു മാറ്റം കൊണ്ടുവന്ന് എങ്ങനെയാണ് ഈ ഒരു ജേർണി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ആർക്കാണെങ്കിലും മനസ്സിലായി. സീനിയർ ഗുഡ് ഈവനിങ്. കേരള സ്ട്രൈക്കിന് ഫസ്റ്റ് സീസൺ ഞാൻ കളിച്ചിട്ടില്ല. 2013 ആദ്യം ടീമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു 2012 തൊട്ട് ഇത്ര നാളുള്ള ടീമിന്റെ ജേർണിയിൽ ടീമിന് ക്ഷീണം പറ്റിയിട്ടുണ്ട്. അതിൽ ആസ് എ പ്ലെയർ അല്ലെങ്കിൽ എല്ലാവരും പറയുകയാണ്, നിങ്ങൾ മീഡിയ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അതെന്തുകൊണ്ടെന്ന് അറിയില്ല. കാരണം നമ്മൾ നല്ലത് ചെയ്യുമ്പം ആരും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ വിവാദങ്ങൾ വരുമ്പോൾ അത് മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു കുറെ നാൾ കേരള സ്ട്രൈക്കേഴ്സ് വേഴ്സസ് രാജ്യപ്പുള്ള വേഴ്സസ് ബാക്കി ടീമാണെന്ന്. അങ്ങനെ ഒരു സംഭവം ഒന്നിട്ട് മാച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇനി ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. 2018 അരിൻപിന്നി, വിവേക് ഗോപൻ, ഇവരൊക്കെ സിംഗിൾ ഹാൻഡിൽ ഒരുപാട് മാച്ച് നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കളക്റ്റീവ് എഫക്റ്റ് ആണ്. ഇതിനിടയ്ക്ക് ഒരുപാട് പ്ലേയേഴ്സ് വന്നു പോയിട്ടുണ്ട്, നല്ല ബോളേഴ്സ് വന്നിട്ടുണ്ട്. ഒരു സുരേഷ് നായർ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഒരു നമ്മുടെ രാജീവ് പിള്ള അല്ലെങ്കിൽ മദൻ ഇവരാരില്ലാത്ത സമയത്ത് നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി ഇതൊരു ചെറിയ സംഭവമായിട്ട് ഇതിനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. മീഡിയ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ്. കാരണം ഇത് കുറച്ച് പറഞ്ഞ പോലെ ആളുകൾ ഇതിനെ ഫോളോ ചെയ്താൽ മാത്രമാണ് ഏതൊരു സംഭവം വലുതാവുള്ളൂ. ഇപ്പൊ സിനിമ പോലെ തന്നെ ഇത് സിനിമയുടെ ഭാഗമാണ്. മീഡിയ സപ്പോർട്ട് വേണം. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിനെയാണ്. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ CCLന്റെ റൂൾ അനുസരിച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആ CCLന്റെ റൂൾ, ആ ഗൈഡ് ലൈനിൽ വരുന്ന പ്ലേയേഴ്സിന് മാത്രമാണ് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് കേരളത്തിൽ എല്ലാ വർഷവും ഇറങ്ങിയിട്ടുള്ളത് ബെസ്റ്റ് പ്ലേയേഴ്സ് ആണ്. ഓരോ വർഷം നമ്മൾ ഇറക്കുന്ന പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് 11 അല്ലെങ്കിൽ 15 പോകുന്നത്. കുറച്ചുകൂടെ മീഡിയ സപ്പോർട്ട് വേണം. പിന്നെ ഇപ്പോഴും 10-12 വർഷമായി CCL സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ CCL എന്താണെന്നും അതിന്റെ റൂൾ എന്താണെന്നും ഒരു 90% ആളുകൾക്ക് അറിയില്ല. അപ്പം അത് അവരുടെ കുറ്റമല്ല. അവര് ഇതിനെ സാധാരണ ക്രിക്കറ്റ് ലീഗിൽ കാണുന്ന പോലെയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിലെ പ്ലേയേഴ്സിനെ ഒരുപാട് ആളുകൾ ട്രോളുന്നത്. ഇത് കളിയാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് അതിന്റെ കോമഡീസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇതിന്റെ എന്താണ് സത്യാവസ്ഥ എന്ന് ഇത് അറിയിക്കാൻ ആരും ശ്രമിക്കാറില്ല. നമ്മൾ പ്ലേയേഴ്സ് തന്നെ പലപ്പോഴും പറയേണ്ട അവസ്ഥയാണ്, ഇങ്ങനെയാണ്. മീഡിയ കുറച്ചുകൂടി നമുക്ക് സപ്പോർട്ട് തരണം. ഈ എന്താണ് CCLന്റെ റൂൾസ് എന്താണ്, ഇങ്ങനെയൊക്കെ കുറച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും. കാരണം ഇത് മനുഷ്യന്മാരെ തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. മെന്റലി നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല പെർഫോമൻസ് മുന്നോട്ട് വരും. ബാക്കപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എതിർ ടീമിനോട് മാത്രമല്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടുകാരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയോടും ആ പ്രഷർ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇപ്പം ആക്ടേഴ്സ് വരുമ്പോൾ ഇതിൽ ഇഞ്ചുറി വരുന്നത് എല്ലാവർക്കും പേടിയാണ്. കാരണം എളുപ്പമുള്ള കാര്യമല്ല സ്വിച്ച് ബോളിൽ കളിക്കുക എന്നുള്ള സംഭവം. അപ്പൊ ആ ഇഞ്ചുറി ഒക്കെ മൈൻഡ് ചെയ്താണ് പലരും വരുന്നത്, റിസ്ക് എടുത്താണ് വരുന്നത്. അപ്പൊ കുറച്ച് ചെറിയ അപ്രീസിയേഷൻ തന്ന് കൂടുതൽ സപ്പോർട്ട് തന്ന ഒരുപക്ഷെ ടീം ഒരുപാട് മുന്നോട്ട് പോകും. കേരളത്തിന് അഭിമാനമുള്ള രീതിയിൽ ടീം മുന്നോട്ട് വരുന്നതാണ് എന്റെ വിശ്വാസം. Sanju and Prashant later down. One of our very important players. സഞ്ജുവിന് ഒരു റിസ്റ്റ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. ഇഞ്ചുറിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം. സോ ഇത് എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണൽ റിസ്ക് എടുത്തിട്ട് കൂടിയാണ്. പ്രൈമറിലി ബിക്കോസ് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ തിങ്ക് എന്നെ സംബന്ധിച്ച് ഇഫ് ഐ ക്യാൻ സ്പീക്ക്, നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ലൂപ്പും ഒരു കൈൻഡ് ഓഫ് ബോർഡും ഫീൽ ചെയ്യും. ഒരു മോണോട്ടണസ് ലൈഫ്. സിനിമ ഭയങ്കര എക്സൈറ്റിംഗ് ആണെങ്കിലും അതിൽ ഒരു മോണോട്ടണസ് സ്പേസ് ഉണ്ട്. ഞാൻ സ്പോർട്സ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിലിരിക്കുമ്പോൾ ദർ ഈസ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ആഡിങ് ടു ദ ക്വസ്റ്റ്യൻ, ഈ ട്രോളിംഗ് ഒക്കെ എപ്പോഴും സോഷ്യൽ സ്പേസിലല്ല, ലൈഫിൽ തന്നെ വിജയിക്കുന്നതിനെ ആരും ട്രോൾ ചെയ്യില്ല, പരാജയപ്പെട്ടെന്ന് എല്ലാവരും ട്രോൾ ചെയ്യും. ഇപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് ഒരു ട്രോഫി എടുത്തു കഴിഞ്ഞാൽ ട്രോളിംഗ് കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
I think for all the players who has participated, കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി പണ്ട് ഫീൽഡിൽ ഇറങ്ങിയ എല്ലാ താരങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സും അത് ആൻഡ് ടീം മാനേജ്മെൻറ്റും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ടൂർണമെൻറ്റ് നമ്മൾ കുറച്ച് പ്രാദേശിക സ്പേസിലാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഡിസിപ്ലിനും ആ ഒരു ഇൻറ്റൻറ്റും നിങ്ങൾ ആദ്യത്തെ മാച്ചിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കളിയിലും നമുക്ക് എല്ലാവർക്കും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ക്യാപ്റ്റൻഷിപ്പ് മെസ്സേജിങ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ബിക്കോസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഈ ടൂർണമെൻറ്റ് ജയിച്ചാൽ മതിയാവും. അതിന് വേണ്ടിയിട്ടുള്ള ജെന്യുവൻ എഫേർട്ട്. ഈ ടൂർണമെൻറ്റ് എന്താവുമെന്ന് എനിക്ക് തോന്നുന്നത് പറയാൻ പറ്റില്ല. ബട്ട് യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് വെരി കോമ്പറ്റേറ്റീവ് ക്രിക്കറ്റ്. അത് ഈ കഴിഞ്ഞ കളിയിൽ പല സ്റ്റേജസിലും ടീം ബോളിംഗ് ചെയ്യാൻ വന്നപ്പോഴും കുറച്ച് റണ്ണ് പോയപ്പോഴും ക്യാച്ചസും ഫീൽഡിങ് ഇറ്റ് വാസ് എക്സലൻറ്റ്. ഞാനതാ പറയുന്നത്. ഇറ്റ് ഈസ് നമുക്ക് ചിലപ്പോൾ വളരെ സ്കോർ ബോർഡിൽ കാണുന്ന കാര്യത്തിനേക്കാളും കൂടുതൽ ഉണ്ട് ആസ് എ ടീം. ഞാൻ പറഞ്ഞു ഒരു റണ്ണും ഒരു 4 ക്യാച്ചസും അല്ലെങ്കിൽ ഒരു ഫീൽഡിങ് സെറ്റപ്പിലും അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് തന്നെ. സോ ക്രിക്കറ്റ് ബീങ് എ ടീം ഗെയിം, അത് ടീമിലെ എല്ലാവർക്കും ഒരേപോലെയാണ് സക്സസും അല്ലെങ്കിൽ അപ്രിസിയേഷൻ കൊടുക്കേണ്ടത്. ലോസ് വന്നാലും അല്ലെങ്കിൽ തോൽവി വന്നാലും നമ്മളെല്ലാവരും ഒരേപോലെ അത് കേട്ടിട്ടുണ്ട്. ഹലോ, ഷാരിഖിനോടാണ്. ക്രിക്കറ്റ് വലിയൊരു പാഷനായിരുന്നു ലൈഫിൽ. അപ്പോൾ CC ത്രൂ യു ബി ഇമ്പക്റ്റബിൾ പ്ലെയർ